ജനവാസ മേഖലകളിലെത്തി ഭീഷണി ഉയർത്തുന്ന കാട്ടുകൊമ്പനെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള വനം വകുപ്പിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പടയപ്പ പ്രേമികൾ. ജനവാസ മേഖലകളിലിറങ്ങി നിരന്തരം ഭീഷണി സൃഷ്ടിച്ചു വരുന്ന സാഹചര്യത്തിൽ പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള വനം വകുപ്പിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പടയപ്പ പ്രേമികൾ രംഗത്തെത്തി. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ തീരുമാനമാണ് വനം വകുപ്പിൻ്റേതാണെന്നാണ് പടയപ്പ പ്രേമികളുടെ അഭിപ്രായം. പടയപ്പ ആനയെ ഗവൺമെൻറ് തീരുമാനം എടുത്തിരിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഷോർട്ട് ടൈമിൽ ഇങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ലോങ് ടൈമായിട്ടാണ് റീസ്റ്റോറേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റിയും ഇതിൻ്റെ ഇക്കോളജിക്കൽ ഫ്രാഗ്മെൻറ്റേഷനൊക്കെ കുറിച്ച് പഠിക്കേണ്ടത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നല്ല ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും 2022 മുതലാണ് ഈ പടയപ്പയ്ക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരികയായിരുന്നു. അതെന്ന് വെച്ചാൽ ട്രാക്ടറും അതിൻ്റെ വഴികൾ കംപ്ലീറ്റ് തടയുകയും അതുപോലെ തന്നെ ഏത് ലൈസൻസുള്ള കടയെയാണ് ഈ പടയപ്പ ഇതാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് കടകളും ഇതിൻ്റെ കേസ് സ്റ്റഡി ചെയ്തപ്പം തീർച്ചയായിട്ടും ഒരു പാസേജ് ബ്ലോക്ക് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഇതും വേലിയും ഈ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് കൊണ്ടാണ് ഇതിൻ്റെ സ്വഭാവവും ചേഞ്ച് ആയിട്ടിരിക്കുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. മുമ്പ് ശാന്ത സ്വഭാവിയായിരുന്ന പടയപ്പ വികസനങ്ങളുടെ ഭാഗമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്നാണ് ജനവാസ മേഖലകളിൽ എത്തുന്നതെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. പടയപ്പയുടെ സഞ്ചാരപഥികളിൽ വേലികൾ സ്ഥാപിക്കുകയും അതുപോലെയുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മൂലമാണ് ജനവാസ മേഖലകളിൽ എത്തുകയും ചെയ്യുന്നതെന്ന് മൃഗസ്നേഹിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ആർ മോഹനൻ പറയുന്നു. ഉപദ്രവകാരികളായ വന്യജീവികളെ പിടികൂടി പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ദീർഘകാല വീക്ഷണത്തോടുകൂടി നടപ്പിലാക്കേണ്ടതാണ്. അതേസമയം പടയപ്പയെ നിരീക്ഷിക്കുവാൻ ചുമതലപ്പെടുത്തിയ പ്രത്യേക നിരീക്ഷണ സംഘം 2ാം ദിവസവും നിരീക്ഷണ ദൗത്യത്തിലാണ്. സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതോടെ പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുവാനുള്ള നീക്കങ്ങളുമായിട്ടാണ് നിരീക്ഷണ സംഘം പ്രവർത്തിച്ചു വരുന്നത്. മതപ്പാട് കാണുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്ത പടയപ്പ അപകടകാരിയായി മാറുന്ന പക്ഷം മയക്കുവെടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നും കഴിഞ്ഞ ദിവസം വനം വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സേവ് പടയപ്പ ക്യാമ്പയിനുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.